ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ബജിയാണ്. ആ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ചെയ്യേണ്ടത് ഇതിൻ്റെ പിറകുവശത്തെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇലയെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ കോളിഫ്ലവറിനെ മുകളിൽ കറുപ്പില്ലാത്ത ഫ്രഷായ കോളിഫ്ലവർ വേണം എടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോരോ പൂവ് മുറിച്ചെടുക്കുക. ഇതുപോലെ ഓരോരോ പീസ് മുറിച്ചെടുക്കുക. ഞാനിത് മുഴുവനായി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. അടുത്തതായി ഇതിൽ നിന്ന് ഒന്നെടുക്കുക. അതിൽ നിന്ന് ഓരോരോ പീസായി അടർത്തിയിട്ട് മാറ്റി വെക്കുക. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മുഴുവനായി ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഇതൊന്ന് കഴുകി എടുക്കുക. അത് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കഴുകാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിത് 2-3 തവണ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ക്ലീൻ ആകാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് തിളപ്പിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിത് വെന്തിനോ എന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിത് വെള്ളം ഊറ്റാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ആദ്യമായി വേണ്ടത് കോൺഫ്ലവർ ആണ്. അത് നമുക്ക് ഇതുമാതിരിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് കോൺഫ്ലവർ ഇട്ടത് 1/2 ഗ്ലാസ് ആണ്. ഇനി ഇതിപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുക. ഇതൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. ജസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് 1/4 സ്പൂൺ ചാറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യണം. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കലക്കിയ വെള്ളമാണ്. കുറേശ്ശമായി ഈ ഉപ്പിട്ട വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഇത് അതിനുള്ള ഒരു പാൻ ഈ അടുപ്പിന്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ ഒന്ന് കായുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോളിഫ്ലവർ ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലും നല്ല വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ സ്മി അജ്മൽ സൈനിങ് ഔട്ട്. ബൈ.